നാവിന്റെ ഷർറ് എങ്ങനെയൊക്കെ വരാം. ഫലാ യൽഅനുഹും, ഒരു യഥാർത്ഥ മുസ്ലിമാണെങ്കിൽ അവൻ മറ്റുള്ളവരെ എന്ത് ചെയ്യൂല, ശപിക്കുകയില്ല. മറ്റുള്ളവരെ ശപിച്ചു പറയുന്ന നാവായിരിക്കില്ല ഒരു യഥാർത്ഥ മുസ്ലിമിൻ്റെത്. വലാ യസുബ്ബുഹും, മറ്റുള്ളവരെ ചീത്ത പറയുന്ന തെറി വിളിക്കുന്ന നാവാവില്ല. വലാ യശ്തുമുഹും, മറ്റുള്ളവരെ ശത്മ ചെയ്യുന്ന ഈ രൂപത്തിലുള്ള തെറിപ്രയോഗങ്ങളും ചീത്ത വാക്കുകളും പ്രയോഗിക്കൂല. വലാ യഗ്താബുഹും, അവരുടെ ഗീബത്ത് പറയുന്ന നാവാകില്ല. വലാ യനുമ്മു ഫീഹിം, അവരെ കുറിച്ച് നമീമത്ത് പറയുന്ന ഏഷണി പറയുന്ന നാവാകില്ല. ഫകുല്ലു ആഫാത്തിൽ ലിസാനിൽ മുതഅല്ലിഖത്തി ബിൽ ഖുലുഖി, സ്വഭാവവുമായി ബന്ധപ്പെട്ട ഏതെല്ലാം ആഫത്തുകൾ ഉണ്ടോ നാവ് മുഖേന വരുന്നത്, അതൊക്കെ അവൻ മറ്റുള്ളവരിൽ നിന്ന് മാറ്റിവെക്കും. അങ്ങനെ ഫസലിമന്നാസു മിൻഹു, ജനങ്ങൾ ആ നാവിന്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടും. അപ്പൊ നാവ് കൊണ്ട് എന്ന് പറയുമ്പോൾ വാക്കായി, വാക്കിലൂടെ നമ്മൾ ഒരാളെ ദ്രോഹിക്കാതിരിക്കണം. എൻ്റെ നാവ് കൊണ്ട് മറ്റൊരാൾക്ക് ദ്രോഹമുണ്ടാകാൻ പാടില്ല. അങ്ങനെ ദ്രോഹമുണ്ടാകുന്ന ഒരു വാക്കുകളും എൻ്റെ നാവിൽ നിന്ന് വരാൻ പാടില്ല. അങ്ങനെ സൂക്ഷ്മതയോടെ ജീവിച്ചാലേ ഞാൻ മുസ്ലിമാകൂ.